ഏത് ഡാനി പുതുശ്ശേരിന്റെ വണ്ടി കയറുണ്ട് 34 മൊറോക്കോ നിയമം വന്നിക്കണ് ക്യാബിൻ വീഡിയോ എടുക്കാൻ പറ്റൂല അടുപ്പിലെ നിയമം അങ്ങനെ വേണം നമുക്ക് പറയാന് വണ്ടി ഏതാണിത് ഏത് ലെജൻഡ് എട്ടുകാലി തീമില് ആ പണ്ടത്തെ ഒരു ഓർമ്മപ്പെടുത്തല് എവിടൊക്കെയോ എങ്ങനെയൊക്കെയോ ചെറുക്കന്റെ മേത്തുണ്ട് അതിന്റെ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചരാ പോത്തവിടെ അല്ല ചെങ്ങൈമാരെ എല്ലാവർക്കും നമ്മളെ പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ചും കിട്ടുന്നുണ്ടെങ്കിൽ ഞങ്ങൾ റോഡിന്റെ സെന്ററിൽ നിന്നാണ് നമ്മൾ ഇൻട്രോ കാര്യങ്ങളൊക്കെ പറയണേ. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 2-3 മാസമായിട്ട് യൂട്യൂബ് വീഡിയോ ഫുൾ ലെങ്ത് വീഡിയോ ഇട്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഫസ്റ്റ് അതായത് ഇതിൻ്റെ ഇടയിൽ നമ്മൾ സ്വന്തം പാക്കേജിങ് കാര്യങ്ങളൊക്കെ തുടങ്ങിയത് അതിൻ്റേതായിട്ടുള്ളൊരു തിരക്ക് പെട്ടുപോയതുകൊണ്ട് നമ്മൾ രണ്ടാമത് വരികയാണ്. അത് വരുന്ന തന്നെ നമ്മളെ ചെറുക്കം ഏത് ഡാനിനെ കുറിച്ച് പറയണമെങ്കിൽ മമ്മിക്കുണ്ടോടാ. അപ്പൊ മമ്മിക്ക് മാത്രല്ല നമുക്ക് ഇൻട്രോ പറയുന്നതാ പ്രണവേട്ടനുണ്ട്, ഞങ്ങൾ 3 ആളും പിന്നെ നമ്മളെ മൻസൂറും ഉണ്ടല്ലേ സോഡിയാക്ക്. അതെ ഞങ്ങളെ സോഡിയാക്ക് മൻസൂറും ഉണ്ട്. അപ്പൊ ഇപ്പൊ ഞങ്ങളുള്ളത് നമ്മളെ ടോപ്പ് സ്റ്റേഷനിൽ, അതായത് കുറെ കാലം ഇങ്ങോട്ട് വന്നിട്ട് വട്ടവട പോണ റൂട്ടിലാണ് ഇപ്പൊ ഉള്ളത്. കണ്ടില്ലേ ഒരുപാട് അവിടെയൊക്കെ ഫുള്ള് തിരക്ക് വണ്ടി ആയതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഇങ്ങോട്ട് അതാ ഓരോ വണ്ടികൾ ഇങ്ങനെ വരുന്നുണ്ട്. പുതുശ്ശേരിന്റെ വണ്ടി കയറുന്നുണ്ട് 34 പാസ് അടിച്ച് പോണ്. അടുത്ത വണ്ടി മൊറോക്കോ. എല്ലാരും അവിടെ പാർക്കിംഗ് ഇല്ല, എല്ലാരും അവിടെ പോയി ഇങ്ങോട്ട് വരാ. സെറ്റല്ലേ? ഓ അതിനറിയാം എനിക്ക് നമ്മളെ മുതലാ യൂട്യൂബിൽ കയറി ഓക്കെ സൈഡാക്കേരി കണ്ടില്ല നിങ്ങള് സീസൺ ആയതുകൊണ്ടേ അപ്പൊ നമ്മള് കണ്ടില്ലേ അല്ലേ ഏതാ വൈബ്. അപ്പൊ നമ്മള് ഇപ്പൊ ഉള്ളത് ടോപ്പ് സ്റ്റേഷനിലാണ്. അതായത് ഞങ്ങൾ 2 ദിവസമാണ് ഡാനിനെയും കൊണ്ട് വന്നിരിക്കണം. മമ്മിൽക്ക പ്രണവേട്ടൻ വീഡിയോ എടുക്കുകയാണ്. പ്രണവേട്ടനെ നമ്മൾ പറഞ്ഞുതരും. വണ്ടിൻ്റെ ഉള്ളിൽ ഇപ്പൊ നമുക്ക് പരിപാടി കഴിഞ്ഞിട്ടില്ല, ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഇപ്പോൾ ഒരു നിയമം വന്നിക്കണ് ക്യാബിൻ വീഡിയോ എടുക്കാൻ പറ്റൂല. അതിനെന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? എന്താ പറയാനുള്ളത് വെച്ചാല് അടുപ്പിലെ നിയമം അങ്ങനെ വേണം നമുക്ക് പറയാന്. നമുക്ക് ഇൻട്രോ ഒക്കെ സാധാരണ നമ്മൾ ഫസ്റ്റത്തെ വീഡിയോ ഒക്കെ കണ്ടാൽ മനസ്സിലാവും ക്യാബിൽ ഇരുന്നിട്ടൊക്കെ നമ്മൾ ഇൻട്രോ അറിയുന്നത്. ഇതിപ്പോൾ വണ്ടിൻ്റെ ഉള്ളിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റാത്ത പോലെ പുറത്തു നിന്നിട്ട് ഇത് നമ്മുടെ വണ്ടിയാണ്, ഇത് ഇതിൻ്റെ സാധനമാണെന്ന് പറയേണ്ട അവസ്ഥയായി. സാരല്ല, പറ്റണമാതിരിയൊക്കെ നമ്മൾ കണ്ടില്ലേ ഒരുപാട് വണ്ടി ഉണ്ട്. അതേമാതിരി തന്നെ ഇപ്പോൾ ടോപ്പ് സ്റ്റേഷൻ വന്നവർക്കറിയാം വളവ് തിരിഞ്ഞിട്ടാണ് നമ്മൾ കിടക്കുന്നത്. അവിടെയൊക്കെ ഒരുപാട് വണ്ടി കിടക്കുകയാണ്. അപ്പോൾ ഞമ്മക്കൊണ്ട് പറ്റുന്ന മാതിരി 2 ദിവസത്തെ അത് ചിലപ്പോൾ ഒരു വ്ളോഗല്ല, ചിലപ്പോൾ 2 വ്ളോഗ് ആയിക്കൊണ്ട് വരും. ഇന്നത്തെ ഞങ്ങളെ വ്ളോഗ് മൂന്നാറത്താണ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ മൂന്നാർ വ്ളോഗിലേക്ക് സ്വാഗതം. ടോപ്പ് സ്റ്റേഷനിലാണ് കുതിര വരുന്നുണ്ട്. ഇവിടെ ഞങ്ങളെ കൂട്ടത്തിൽ വലിയൊരു കുതിര ഉണ്ടാകുമ്പോൾ വേറൊരു കുതിര കൂടെ വരുന്നു. ഈ കുതിരൻ്റെ നിങ്ങൾ നേരത്തെ നമുക്കിത് വലിയ ഡിക്കാണ് ബാക്ക് പിടിച്ച് കെട്ടിയതായിരുന്നു. ചെറുക്കൻ്റെ ലുക്കുണ്ടല്ലേ ഒറ്റ തോണ്ടത്തിൽ നമ്മളെ പഴയ ഡോണ്. പക്ഷേ ഡോണല്ല നമ്മളെ ചെറുക്കൻ്റെ പേര് ഡാനി. ഇതേ കുതിര പോണു. വെള്ളം കണ്ടാ നിക്കും കുതിര. അതെ പ്രണവേട്ടാ നമുക്ക് ഉള്ളത് കാണിക്കണ്ട, നമുക്ക് നമ്മളെ വണ്ടിന്റെ ക്യാബിൻ കാണിച്ചെടുക്കല്ലേ. സലാംഖാന്റെ വർക്ക് സലാംഖാന്റെ വർക്കാണ്. കണ്ടില്ലേ വർക്ക് കഴിഞ്ഞിട്ടില്ല. അതാ പ്രണവേട്ടം വരുന്നുണ്ട്. ഇനിയിപ്പോൾ ലൈറ്റൊക്കെ ഓണാക്കി തരും. നമ്മൾ സൈഡിലേക്ക് ഇങ്ങനെ അടുപ്പിച്ചിട്ടിരിക്കുകയാണ്. ഇതാണ് നമ്മളെ ക്യാബിൻ ഉള്ളത്. ക്യാബിനിൽ പരിപാടി കഴിഞ്ഞിട്ടൊന്നുമില്ല. മോമിൽക്കാനെ കണ്ടറിയാ മോമിൽക്കാന്റെ ചിരിയിലുണ്ട്. ഇനി ഒരുപാട് സംഗതി വരാണ്ട് അല്ലേ. ഇതാ സ്റ്റാർട്ടാക്കണ് നമ്മളെ BS6 AITPന്റെ സൗണ്ട്. 12 മീറ്ററിന്റെ സൗണ്ടാണ് കേൾക്കുക. ഇനിയിപ്പോ പള്ളി പെരുന്നാളൊക്കെ ഓണാക്കൂ. ഏതാണ് മോമിൽക്ക ഇതേ കിടക്കണു കണ്ടില്ലേ? ഓ ID കാർഡൊക്കെ ഉണ്ട്. മേത്തോടില്ലാന്ന് തന്നെയുള്ളൂ, വണ്ടി പെടും. സ്വിച്ച് ഒക്കെ ഇവിടെ ആണല്ലേ. ഇവിടെ ചാരി സുഖമായിട്ടിരിക്ക എല്ലാ വണ്ടിമാരി. അയ്യവാ 8 കാലി തീമില്ലേ.
എട്ടുകാലി തീമില് ആകണ് സംഗതി ഫുള്ള് മേലെ കണ്ടില്ല റൂഫ് നമ്മൾ ഇവിടുത്തെ എയറോളൊന്നും കാണൂല ഒക്കെ മൂടിപ്പോയി വാർത്ത് പോയി. പിന്നെ ഇതാകണു പിന്നെ ഇങ്ങനെ വരുമ്പോ നമ്മളെ എല്ലാ വണ്ടി ലെജൻഡിന്റെ എല്ലാ വണ്ടിയിലെ വഴി തന്നെ ദൈവങ്ങളെ പോട്ടുണ്ട് ഇവിടെ. പിന്നെ 2 ചെറിയ 4 സ്പീക്കർ, ഒരു സബ്. ക്യാബിൽ ഇത്ര തന്നെ ഉള്ളു. അപ്പൊ പിന്നെ ഉള്ളില് ഇത്രക്കൊന്നും ഉണ്ടാവില്ല, ചെറുതോളം ഉണ്ടാവും അല്ലേ? ചെറുത് അല്ലേ? സലാം ഖാന്റെ അടുത്തേക്ക് ഇനിയും പോവാണ്ടില്ലേ? പരിപാടി കഴിഞ്ഞിട്ടില്ല, ഘട്ടം ഘട്ടല്ല പരിപാടിയാണ്. കണ്ടില്ല നിങ്ങള് ഓൾറൗണ്ട് ലുക്കാണ് ഈ കാണുന്നത്. ടോപ്പില് സീലിങ്ങിലാണെങ്കിലും അടിയിലാണെങ്കിലും ഒക്കെ ഒരു തീമിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും. ഈ ഇത് എപ്പോഴല്ല വൈബ് രാത്രി. പിന്നെ നമ്മള് യു ഇട്ടിക്കണ് പുറത്ത് നോക്കുമ്പോണ്ടില്ലേ സമയം 12 മണി 11:30 ആ ടൈമിലാണ് യുവിന്റെ വെളിച്ചം കണ്ടില്ലേ? എന്താ ക്ലിയർ അല്ലേ? നല്ല വെളിച്ചം വരുന്നുണ്ട്. നെയിം ബോർഡ് ഓൺ ആയിക്കണു. ടോപ്പ് ലൈറ്റിലൊക്കെ നിയോൺ ഉണ്ട്. നിയോൺ ഇതാ മാസ്റ്റർ പീസാണ്. മോമിൽക്കാന്റെ സ്പെഷ്യൽ എഡീഷനാണ് ഈ കാണുന്നതൊക്കെ, ഈ കലാവിരുതുകളൊക്കെ. അതായത് നമ്മളെ പണ്ടത്തെ ഡോണിനെ ആ ഒരു ഓർമ്മപ്പെടുത്തലിന്റെ അതേ ലുക്കാണ് ഈ നിയോണൊക്കെ വന്നപ്പോ അങ്ങനെ ചെറുക്കൻ വന്നത്. ആ പണ്ടത്തെ ഒരു ഓർമ്മപ്പെടുത്തല് എവിടേക്കോ എങ്ങനെയൊക്കെയോ ചെറുക്കന്റെ മേത്തുണ്ട്. അതിന്റെ ഒരു അടയാളം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതാ മോമിൽക്കാന്റെ ചിരി കണ്ടറിയാം. നിങ്ങൾ ഞാൻ കാണിച്ചു കൊടുക്കി. അതായത് ഏത് കണ്ടില്ലേ? എവിടേക്കോ ഒറ്റ നോട്ടത്തിൽ ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് പണ്ടത്തെ ഡോണാണ്. പക്ഷെ ഡോണാണെന്നില്ല ഒരു തെളിവ് നമ്മളെ ഈ വണ്ടിമ കിടക്കുന്നുണ്ട്. അത് മോമിൽക്ക് തന്നെ കാണിച്ചു കൊടുക്കും. പണ്ട് നമ്മൾ ടൈഗോൺസിന്റെ വീഡിയോയിലൊക്കെ കാണിച്ചു കൊടുക്കും അല്ലേ? ആ സാധനം നിങ്ങൾക്ക് മോമിൽക്ക് ഇപ്പൊ കാണിച്ചു തരും. പണ്ടത്തെ നമ്മൾ ഡോണും വലിയൊരു മാസ്റ്റർ പീസ് ആണത്. എടുത്ത് മോമിൽക്ക് അത് ഇതേ കിടക്കണേ. ഫയറിന്റെ 2 കുഞ്ഞു, 2 4 ഫ്രണ്ടിലും ഉണ്ട്. അതുപോലെ തന്നെ ബാക്കിലും സെറ്റ് ചെയ്തിക്കണ്. അത് പിന്നെ മോമിൽക്കാന്റെ മാസ്റ്റർ പീസാണത്. അത് വിട്ടിട്ട് ഒരു പരിപാടിയില്ല. അത് നമ്മളെ പഴയ ഡോണിലാണെങ്കിലും ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ചെറുക്കൻ്റെ ലുക്ക് ഉള്ളിൽ കയറി കാണിക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ മാക്സിമം നോക്കും, പറ്റുകയാണെങ്കിൽ കാണിച്ചു കൊടുക്കും അല്ലേ? പക്ഷെ പരിപാടി കഴിഞ്ഞിട്ടില്ല, വർക്ക് കഴിഞ്ഞിട്ടില്ല. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഇപ്പോഴത്തെ നിയമങ്ങൾ, ഓരോ ദിവസം ഓരോ നിയമങ്ങളാണ്. ഓല് പറയണേ നമ്മൾ കേൾക്കുക. ചിലപ്പോൾ ഇതൊക്കെ ഉരുണ്ടി വരും, കണ്ടാന്ന് വീണ്ടും വെക്കും. ആ പരിപാടിയിലോട്ടാണ് നമ്മൾ വീണ്ടും പോണത്. ഇപ്പം ക്യാബിനിൽ വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മൾ പുറത്തുനിന്ന് വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ വണ്ടികൾ ഇപ്പോൾ ഇവിടെ 2 ഇങ്ങനെ വന്നുകൊണ്ട് വെക്കും. ആ തിരക്കിലാണ്, ആ വൈബിലൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പോൾ മൂന്നാറിലെ ഡാനിൻ്റെ കൂടെയുള്ള വിശേഷങ്ങളിലാണ് ഇന്നത്തെ പരിപാടി. ഇന്ന് നമ്മൾ ഉച്ചയ്ക്ക് നേരെ എങ്ങോട്ടാണ്? നേരെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് നേരെ രാമക്കൽമേട് പോകും, മാനേട്ടൻ്റെ അടുത്തേക്ക്. അവിടെ നിന്നൊരു ജഗബുഗില് ഉണ്ടാക്കാനാണ്. കാരണം സീസണാണ്, അതിൻ്റെതായിട്ടുള്ള തിരക്ക് എല്ലായിടത്തും ഉണ്ട്. ഏതാ ചെറുക്കൻ്റെ ലുക്ക് അതെങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കുമ്പോൾ മോമിൽക്ക ആ ഒരു സങ്കടം പേരാണ്. ഏത് നമ്മളെ ഡോണ്, പഴയ ഡോണുമൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഡോണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഡോൺ തന്നെ. പിന്നെ വണ്ടി വേറെ ലെവലാണ്. സലാം ഖാൻ്റെ വർക്കാണ്, ഒന്നും പറയാനില്ല അല്ലേ? സെറ്റാണ്. അതിൻ്റെ ഹാപ്പിനെസ്സിലാണ് നമ്മളെ മോമിൽക്ക് വേറെ സംഗതിക്ക് വന്നിക്കണ്. ഞാൻ 3 മാസം കഴിഞ്ഞ് വന്നപ്പോൾ 3-4 മാസം കഴിഞ്ഞ് കാണിച്ചെടുക്കി വാലൊക്കെ വന്നിക്കണ കാണിച്ചെടുക്കി. കാണിച്ചെടുക്കി ഇടയ്ക്ക് ഗുണ്ടിന് തിരിവളത്തിന് ഇതിനൊരു കുളത്തിലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടില്ലേ? അടുത്ത വണ്ടി വരും. ഇവരെ ആളിറക്കി വരികയാണ്. ഇനി ഇവിടെ പാർക്ക് ചെയ്യും. സൈഡാക്കി നല്ല തിരക്കുണ്ട്. ഇതാ അടുത്ത വണ്ടി വരുന്നത്. അതിൻ്റെ ബാക്കിൽ അടുത്ത വണ്ടി വരും. ഇതാ അതിൻ്റെ അടിയിൽ ആരോ പാസ് അടിച്ച് പോകണു. ഇതൊക്കെ ആരാണ്? ആരത്? ആരാ വിളിക്ക? നിങ്ങളെ ഫാൻസാ? പാസ് അടിച്ച് പോകണു. ആരൊക്കെ പാസ് അടിച്ച് പോകുന്നുണ്ട്. ഓലൊക്കെ അവിടെ പോയി ആളിറക്കി വരികയാണ്. ഇല്ലടത്തൊക്കെ സൈഡാക്ക. എല്ലാവർക്കും സ്ഥലമുണ്ട്. ഇതാ ബ്ലോക്കായോ എന്താക്കണു? ഏകദേശം മോമിൽക്ക ബ്ലോക്കായില്ലേ? അത് തീരുമാനമായി. പ്രണേട്ടൻ എന്താ പറയണ്ട? പ്രണേട്ടൻ എന്താണ് നമ്മളെ വണ്ടിയിൽ എന്താണ് ഫസ്റ്റ് ഗിഫ്റ്റോ? അതേതാണ് വണ്ടി കിട്ടിയ ഫസ്റ്റ് ഗിഫ്റ്റ് ആണ്. അതായിരിക്കുന്ന പാണ്ട ദേ കിടക്കണ്. ഇത് ഏത് ട്രിപ്പിൽ കിട്ടിയതാണ്? ട്രിപ്പ് പോണതിന്റെ മുന്നേ, അതായത് വണ്ടി പണിക്ക് കഴിഞ്ഞ ട്രിപ്പ് പോണതിന് മുന്നേ തന്നെ ഷെഡിലെത്തിയപ്പോ കിട്ടിയ ഗിഫ്റ്റ് ആണല്ലേ? സംഗതി ഇതാക്കണോ ഫ്രണ്ട് തന്നെ വെച്ചിക്കണത്. ഏതായാലും ഉഷാറായി, അടിപൊളിയായി. അപ്പൊ ഇനി ഏതായാലും നമുക്ക് ബാക്കി
ഈ ബ്ലോക്കും തിരക്കും ഇതിന്റെ അടിയിൽ കൂടി നമുക്ക് ബാക്കി മൂന്നാറിലെ വിശേഷങ്ങളും നമ്മളെ രാമക്കൽമേടുക്ക് പോണ വിശേഷങ്ങളും. അപ്പോൾ ഏതായാലും ബാക്കി നമുക്ക് പിന്നെ കാണാം. എക്കോ പോയിന്റ് കണ്ടില്ലേ, നമ്മൾ ഈ തലക്ക കൊണ്ടുവന്നിട്ട് വണ്ടി ഇതേ കിടക്കണം ഇവിടെ കൊണ്ടുവന്നിട്ടാണ്. കാരണം എന്താ വെച്ചാൽ ആ കാണുന്ന ട്രാവലർ മുതൽ ഏകദേശം നമ്മളെ ഫുഡൊക്കെ കൊടുക്കണം അതുവരെ ബ്ലോക്കാണ്. അതൊക്കെ ബ്ലോക്ക് കിടക്കുന്ന വണ്ടികളാണ് ട്രാവലറൊക്കെ. ഇവിടുന്ന് തൊട്ട് അവിടെ വരെ ബ്ലോക്ക് കിടക്കാണ്. അപ്പോൾ ആ ബ്ലോക്കിൽ നിന്നൊക്കെ കഴിച്ചിലായിക്കാണ്ട് ഇപ്പോൾ നമ്മളിതാ ഇവിടെ കൊണ്ടുവന്ന് വണ്ടി ഇട്ട് ഇതാ ഇവിടെ തമിഴ്നാട്ടിലെ വണ്ടി എന്നാണ്ട് അവിടെ ഫുഡ് കൊടുക്കുന്നുണ്ട്. ഇവിടെ കുഴപ്പമില്ല. അതാണ് നമ്മളെ എക്കോ പോയിന്റിൻ്റെ ആ ഒരു സൈഡാണ് ഈ കാണുന്നത്. ഇനി ഓല അവിടെ നിന്ന് പർച്ചേസിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം ഇങ്ങോട്ട് വരാൻ. വണ്ടി ഈ അറ്റത്ത് കൊണ്ടുവന്നിട്ടിരിക്കണം. അപ്പോൾ ഏതായാലും നമുക്ക് ബാക്കി അടുത്ത പരിപാടി നോക്കാം. ടീ ഫാക്ടറിൻ്റെ അവിടെ വന്നതാണ്. മാട്ട ബ്ലോക്ക്. മോമിക്ക ആകെ അലമ്പ്. മോമിക്ക അലമ്പാക്കില്ലേ? അതാണ്ടില്ലേ പോത്ത് കൊണ്ടുവന്നിട്ടാണ് അവിടെ. പോത്ത് കൊണ്ടുവന്നിട്ടില്ല ഇവിടെ സെക്യൂരിറ്റി ഫുൾ അലമ്പ്. സെക്യൂരിറ്റിക്കാരൻ എന്താ പറഞ്ഞേ? നമ്മ വണ്ടി ഉള്ളിരിക്കുന്ന അയാളടുത്ത് പേച്ച് പേച്ച് നമ്മളെ വണ്ടിയാടാ ഉള്ള കൊണ്ടിട്ടുണ്ട്. ഇതാട്ടില്ലേ പോത്തതാടെ. ഇതാണ് പോത്ത്. കാളപ്പുറത്തുണ്ട്. കാളന 5.5. കാളന്റെ കൊമ്പ് മാത്രമേ കാണുള്ളൂ. എന്തൊരു ഉഷാറില്ലാത്ത ഇതല്ലേ? ആരത് ചെറിയില്ല. പോത്തിനെ കണ്ടെങ്കിൽ പോത്തതാ കിടക്കുന്നത്. കാള കാള അവിടെ ഉണ്ട്. അതിന്റെ ബാക്കില് ആ നെറ്റി മാത്രം കാണുള്ളൂ. ഉള്ളു കൊണ്ടിട്ട വേറെ ഒന്നല്ല അല്ലേ? കാള മാത്രമേ കാണുള്ളൂ. കാള മാത്രമേ കാണുള്ളൂ. അതെ. അങ്ങനെ നമ്മള് ടീ ഫാക്ടറിന്റെ ഉള്ളിലും ബ്ലോക്ക് ഉണ്ടാക്കിയിരിക്കുന്നു. സന്തോഷമായി. ഇനി അടുത്ത പരിപാടി എന്താ? ഇനി ഈ ബ്ലോക്കിങ് എന്താ? ആ പോട്ടെ പോട്ടെ. ചെറുക്കന അവിടെ കിടക്കണേ. അതിന്റെ ഉള്ളിൽ കൊണ്ടിട്ട് ബെല്ലാരിന്റെ പോത്ത് തവിടെ. ആ പാവം സെക്യൂരിറ്റിമാരെ പണി ഇന്ന് വൈകുന്നേരത്തോടു കൂടി പോകുന്നതാണ്. ആ പോകുന്നതിന്റെ കാരണക്കാരായ കണ്ടില്ലേ ഐസ് ഇരുന്ന് കഴിക്കാണ്. നമ്മളുടെ അതിനെ പോവാ. വണ്ടി എടുത്തോ, സ്റ്റാർട്ടാക്കിക്കോ. അതെന്താ മൂന്നാറിലെ പരിപാടിയൊക്കെ കഴിഞ്ഞ് നമ്മള് രാമക്കൽമേടുക്ക് പോകുമ്പോ നമ്മളെ ടീം പൊന്നപ്പന്ന കണ്ടില്ലേ ഇവിടെ ഫുള്ള് യൂട്യൂബ് എടുത്താണ്. അവിടെ ആളുണ്ട്. എന്താ വിശേഷം? സുഖല്ലേ? ഡാനി കാണാൻ ഇറങ്ങിയാണ്. പൊന്നപ്പണ്ണാടെ അകത്താണ്. എന്താണ് വിശേഷം? 2 ആഴ്ച. ഞങ്ങൾ ഇന്നലെ ലെജൻഡിന്റെ വണ്ടി കണ്ടു. കുഞ്ഞുവണ്ടിയില്ലേ? 34. അത് പറഞ്ഞപ്പാക്കി ഞങ്ങൾ ഇവിടെ എത്തിയില്ലേ? അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങൾ വിളിച്ചു. അതത്രേ ഉള്ളൂ. നല്ല കഷ്ടപ്പാടാണ് ഇവിടെ. ഫോട്ടോ എടുക്കുന്ന തിരക്കിലാണ്. എന്നാ പൊന്നപ്പാ ഇതേതാ വണ്ടി? ഇതേതാ വണ്ടി? ഏതാണിത്? ഏത്? ലെജൻഡ്. ഇതാണ് ഇവിടെ പരിപാടി. കണ്ടില്ലേ? നല്ല ഫോട്ടോഷൂട്ടിലാ. അപ്പൊ പൊന്നപ്പാ ഞങ്ങള് പോവാണ്. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പോ കാണാം. ടാറ്റോ. ആ അതെ, ഞാൻ വിളിക്കൊന്നുമില്ല. ഞാൻ മായാവി മൈരേഖരം വരാം. അമ്മ എന്നെ ചീത്ത പറഞ്ഞ് വിളിക്കാത്തതിന്. എന്നാ ഞങ്ങൾ വിട്ടു.